ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ നീതി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാലത്തും അവർ മതേതരത്വത്തിനോടൊപ്പം നിന്നിട്ടില്ല. അവർക്ക് വേണ്ടത് മതം തന്നെയായിരുന്നു. ഇസ്ലാം മത മൗലികവാദത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം? ഒരു പക്ഷേ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാനു വേണ്ടി പ്രയത്നിച്ചതിനേക്കാൾ കൂടുതൽ നെഹ്റു പ്രയത്നിച്ചിട്ടുണ്ട്. നെഹ്റുവും ജിന്നയും മുസ്ലിങ്ങൾക്കു വേണ്ടിയും ഒരു പാകിസ്ഥാനു വേണ്ടിയും ശ്രമിച്ചതിനേക്കാൾ 100 ഇരട്ടി ഗാന്ധിജി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ഒന്ന് വിഭജിച്ച് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജിന്നയായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ അമരക്കാർ, സ്വതന്ത്ര ഭാരതത്തിന്റെ ശില്പികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. ഒരു പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് ഒഴിവാക്കി കൊടുക്കാം. ഒരു അംഗീകാരവും ആവശ്യമില്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി അങ്ങേയറ്റം സേവനമനുഷ്ഠിച്ചിട്ട് സവർണ ഫാസിസത്തിന്റെ ഇരയായി മാറുകയായിരുന്നു ആ മനുഷ്യന്. വേറെ ടോപ്പിക് ആയതുകൊണ്ട് അതിലേക്ക് മാറുന്നില്ല. കോൺഗ്രസ്സുകാർ ഈ രാജ്യത്തോട് ചെയ്തത് നമുക്കറിയാം. ഒരേ സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രീണിപ്പിക്കുന്ന നയമാണ് രാജീവ് ഗാന്ധി സ്വീകരിച്ചത്. രാമജന്മഭൂമി ഒരേ സമയത്ത് മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ബാബറിന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് അവർക്ക് ആഘോഷിക്കാൻ നമസ്കരിക്കാൻ സ്ഥലം കൊടുക്കുകയും, മറിച്ച് രാമന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് ഇവരെ പ്രീണിപ്പിക്കുകയും ചെയ്ത ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. ഈ സ്വതന്ത്ര ഭാരതം രണ്ടായി ഭാഗിച്ച് പാകിസ്ഥാനായി മാറി. ഒന്ന് ഭാരതവും. ആ സമയത്ത് ജിന്ന പറഞ്ഞ ഒരു പ്രസ്താവന നമ്മൾ ഇവിടെ എടുത്തു വായിക്കണം. ഇവിടെയുള്ളവർ മുദ്രാവാക്യം മുഴക്കിയിരുന്നത് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു. ഒരു രക്തച്ചൊരിച്ചിലുമില്ലാതെ അവർ പാകിസ്ഥാൻ വാങ്ങി. ഇനി ഒരു രക്തച്ചൊരിച്ചിലുകളോടുകൂടി ഒരിക്കൽ കൂടി ഈ ഭാരതത്തെ പിളർക്കാൻ അവർക്ക് പ്രയാസമില്ലാന്ന് അവർ അന്ന് തന്നെ പറഞ്ഞു. പിളർത്തി കിട്ടിയ ഉടനെ ജിന്ന പറഞ്ഞു, ഇതൊരു മതേതര രാജ്യമായി തുടരുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം ഇത് ഹിന്ദു രാഷ്ട്രമായി തുടരുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ആർക്കും ഒരു ഹിന്ദു രാഷ്ട്രമാകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു മതത്തിൽ നിന്നും വിഭിന്നമായ ഇതരത്വം സ്വീകരിക്കുന്ന ബഹുസ്വര രാഷ്ട്രമായ, നാനാത്വത്തിൽ ഏകത്വം സൂക്ഷിക്കുന്ന ആ രൂപത്തിൽ ഒരു രാജ്യമായി തന്നെ, പവിത്രമായി തന്നെ ഈ രാജ്യം നിലനിൽക്കണം എന്ന് ഈ രാജ്യത്തിന്റെ അമരക്കാർ അന്ന് ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വതന്ത്ര ഭാരതം അങ്ങനെ മാറിയത്. ഈ ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളൊക്കെ പോയപ്പോൾ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ അങ്ങനെയും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ അങ്ങനെയും പോയി. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ ഭൂമി എന്ത് ചെയ്തു? വഖഫിന് കൊടുത്തു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ ഭൂമി എന്ത് ചെയ്തു? പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. ആ വിഷയത്തിൽ പാകിസ്ഥാൻ കാണിച്ച വിവേകപൂർണമായ തീരുമാനം ഒരിക്കലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ 100% ഇന്ത്യ മഹാരാജ്യം ബാധ്യസ്ഥരാണ്. നൂപുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് നൂപുർ ശർമ്മയുടെ മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം മുഹമ്മദ് റഹ്മാനി പരിഹസിച്ചപ്പോൾ നൂപുർ ശർമ്മ തിരിച്ചും മുഹമ്മദ് നബിയെ വിമർശിച്ച് പരിഹസിച്ചു. പരിഹാസമായിരുന്നില്ല, വിമർശനവുമായിരുന്നില്ല. എഴുതി വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞ വസ്തുതകൾ മാത്രമാണ് നൂപുർ ശർമ്മ പറഞ്ഞത്. ആ സമയത്ത് പാകിസ്ഥാന്റെ മതവികാരം വ്രണപ്പെട്ടു. പാകിസ്ഥാനും താലിബാനും വരെ പറഞ്ഞു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് നൂപുർ ശർമ്മയ്ക്ക് വേണ്ടി ഇന്ത്യ മഹാരാജ്യം മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടായിരുന്നു രംഗത്ത് വന്നത്. ബംഗ്ലാദേശിൽ ഇന്ന് ഹിന്ദുക്കൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും കാരണം എന്താണ്? ഖത്തറാണ്. നമുക്കറിയാം,
ആഗോള ഭീകരവാദത്തിന്റെ ഹബ്ബായി പ്രവർത്തിക്കുന്ന ഖത്തർ ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും ലോകത്തിന്റെ ഏതു കോണിൽ തീവ്രവാദത്തിന്റെ വിത്തിട്ടാലും ശരി, ഖത്തറിലിരുന്നിട്ട് പണമായി, പ്രമോഷനായി, മോട്ടിവേഷനുകളായി വെള്ളവും വളവും ഒഴുക്കി കൊടുക്കുന്നത് ഖത്തറായിരുന്നു. ആ ഖത്തർ തന്നെയാണ് ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ബംഗ്ലാദേശിന് എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തില് ഖത്തർ മുൻകൈയെടുത്ത് വരിക എന്തിനാ? കോംപ്രമൈസ് ചർച്ചയ്ക്ക്. വളരെ വ്യക്തമായി ജൂതന്മാർക്കറിയാം ഖത്തറിന്റെ സ്വഭാവം എന്താണെന്ന്. ഖത്തറിനെ വിശ്വസിക്കാനൊന്നും ഇസ്രായേല് ജൂതന്മാര് തയ്യാറാകത്തില്ല, പ്രത്യേകിച്ച് നെതന്യാഹു. കാരണം ഇസ്രായേലിനെയും ജൂതമക്കളെയും ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു ഭരണാധികാരി ഇനി വരണം ഇസ്രായേലില്. അതുകൊണ്ട് ഇസ്രായേൽ വിശ്വസിക്കില്ല. ഇസ്രായേലിലെ ജൂതന്മാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇറാനുമായി ചേർന്ന് പലസ്തീന് ഫണ്ടൊഴുക്കി കൊടുത്തതും ഖത്തറാണ്. ആ ഖത്തർ അമേരിക്കയുടെയും ഈജിപ്തിന്റെയും കൂടെ നിന്നിട്ട് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ പണിപ്പെട്ടത് നമ്മൾ കണ്ടു. പക്ഷേ കൃത്യമായ രൂപത്തിൽ ആ പൾസ് മനസ്സിലാക്കിയ നെതന്യാഹു തിരിച്ചടിച്ചു. നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടണമെന്നില്ല. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസ് ഭീകരരാണ്. ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും. ഇപ്പോൾ ഇത് ഞങ്ങളുടെ ആവശ്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസ് ഭീകരരിലെ അവസാനത്തെ ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് നെതന്യാഹുവാണ്. ഇവിടെ തൽക്കാലം നിങ്ങൾ വിട്ടുവീഴ്ചയുമായിട്ടും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടും വരേണ്ടതില്ല എന്ന് നെതന്യാഹു തുറന്നടിച്ചത് ഖത്തറിന്റെ താല്പര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇന്ന് ഇടക്കാല സർക്കാരായ മുഹമ്മദ് യൂനുസിന് എല്ലാ രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകി വെള്ളവും വളവും മോട്ടിവേഷനും നൽകി പരിപോഷിപ്പിക്കുന്ന ഖത്തർ ഇതെവിടെ പോയി നിൽക്കുമെന്ന് ഖത്തറിന് അറിയില്ലെങ്കിലും ബംഗ്ലാദേശിനറിയാം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള സ്വതന്ത്ര ഭാരതത്തിനറിയാം. ഇപ്പോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ കൊടിയ പീഡനവും മർദ്ദനവും അനുഭവിച്ച് കൊല ചെയ്യപ്പെട്ട് ബലാത്കാരത്തിന് ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ജനവിഭാഗത്തിന്റെ വേദനയോടൊപ്പം കോൺഗ്രസ് നിൽക്കുമെന്ന് വിചാരിക്കരുത്. പലസ്തീൻ ബാഗുമായിട്ടൊരു ഒരു കെട്ടിലമ്മ ചമന്ന ഒരു അമ്മായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ബാഗുമായിട്ട്. അതിനകത്ത് മറ്റൊരു ആശയം കൂടിയുണ്ട്. ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന വലിയ ഒരു ആശയം. കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതും ഈ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത്തരം നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതും ഈ പ്രശ്നം തന്നെയാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് ബംഗ്ലാദേശിലെ സംസാരിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴായി ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ മുഖംമൂടി ജനങ്ങൾക്ക് വ്യക്തമാകുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാനും പ്രവർത്തിക്കാനും ഒട്ടും മടിയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ വെറും വോട്ടിന് വേണ്ടി മാത്രം അനധികൃത കുടിയേറ്റക്കാരെ പോലും സംരക്ഷിക്കുന്ന വൃത്തികെട്ട നയമാണ് കോൺഗ്രസിന്റേതെന്ന് കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോ പറയും. നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ കണ്ടവരാണ്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് വേണ്ടി മുട്ടിലിഴയുന്ന ഈ നയം, ഈ മതതീവ്രവാദികളെ പ്രീണിപ്പിച്ച് കിട്ടുന്ന വോട്ടിന്റെ പിൻബലം നമ്മൾ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ഇന്ദിരയുടെയും നെഹ്റുവിന്റെയും രാജീവിന്റെയും ഒക്കെ നയം കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, നിങ്ങളുടെ കിടപ്പാടവും നിങ്ങളുടെ സ്ഥാവര ജംഗമവും ഞങ്ങൾ പൊക്കിക്കൊണ്ട് പൊയ്ക്കോളാം എന്ന മുദ്രാവാക്യം കോൺഗ്രസ്സുകാർ ഉയർത്തിയപ്പോൾ ഇവർ വോട്ട് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവരുടെ സ്ഥാവര ജംഗമമൊക്കെ തോണ്ടിക്കൊണ്ടു പോകുമ്പോൾ ഇവർ നരേന്ദ്രമോദിയുടെ കാല് പിടിക്കാൻ വരിക. ശീതകാല സമ്മേളനത്തിൽ വഖഫ് ബില്ലിന്റെ ഭേദഗതി നിയമം പാസ്സാകുമായിരുന്നു. പക്ഷെ അപ്പോഴും നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കൾ, നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കമ്മി നേതാക്കൾ വന്നിട്ട്
BJP അതിനകത്ത് മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞതോടെ എന്നാൽ ശരി, നിങ്ങൾക്ക് ആരാണോ ഈ ആശയം പകർന്നു തന്നത്, ആരാണോ നിങ്ങൾക്ക് വഖഫ് ബോർഡ് സ്വീകാര്യയോഗ്യമാക്കി തന്നത്, ശരി, അതിനനുസൃതമായിട്ട് തന്നെ നിങ്ങൾ പോയിക്കോ. കാരണം വഖഫ് ബോർഡ് പിടിച്ചെടുത്തതൊന്നും ഹിന്ദു മെജോറിറ്റി മേഖലകളായിരുന്നില്ല, BJP സോഴ്സ് മേഖലകളായിരുന്നില്ല. ഇനിയും ഈ വഖഫ് ബോർഡിന്റെ എതിരായിട്ട് ഒരു ഭേദഗതി നിയമം നരേന്ദ്രമോദി പാസാക്കി കഴിഞ്ഞാൽ ഈ കമ്മികളും കൊങ്ങികളും BJP ജയിപ്പിക്കുമെന്നാണോ? അതുകൊണ്ട് നിങ്ങൾ ആരെയാണോ ജയിപ്പിച്ചത് അവർ തന്നെ നിങ്ങളുടെ സ്ഥാപന ജംഗമം തോണ്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ ബൈ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. വേറെ വഴിയൊന്നുമില്ല. എന്നിട്ടും വയനാട്ടിൽ സോണിയയെ ജയിപ്പിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായി ഇവര് അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇവര് കമ്മിക്കും കൊങ്ങിക്കും കുത്തി ശീലമായതുകൊണ്ട് ഇനിയും ഇവരാ നയം തന്നെ സ്വീകരിക്കൂ. അതുകൊണ്ട് നരേന്ദ്രമോദി തൽക്കാലം ശീതകാല സമ്മേളനത്തിൽ പാസ്സാക്കാനിരുന്ന 15 ബില്ലിൽ ഒരു ബില്ല് വഖഫ് ബോർഡിന്റെ ഭേദഗതിയായിരുന്നു. തൽക്കാലം അതൊന്ന് വിശ്രമിക്കട്ടെ. കാരണം ഒരല്പം രാഷ്ട്രീയം നരേന്ദ്രമോദിക്കും കളിക്കണ്ടേ. നന്ദി.